സബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. എൻ്റെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും കമന്റ്സുകൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ എടുത്ത ക്ലാസ്സിന്റെ ബാലൻസ് ആണ് ഇന്ന് എടുക്കുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻസ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻ. നമ്മൾ ഹാൻഡ്ലൂം സൊസൈറ്റികളെ കുറിച്ചും പവർലൂം സൊസൈറ്റികളെ കുറിച്ചൊക്കെ പഠിക്കാനുള്ളത് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികളും അതുപോലെ തന്നെ കയർ സൊസൈറ്റികളൊക്കെ ആണ്. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പഠിക്കാം. കേരളത്തിലെ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റി അറിയപ്പെടുന്നത് എന്താണ്? സുരഭി എന്നാണ് അറിയപ്പെടുന്നത്. ഹാൻഡിക്രാഫ്റ്റ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഫുൾ ഫോം എല്ലാത്തിനെയും നമ്മൾ പഠിച്ചു തന്നെ പോകാം. അതിന്റെ എക്സ്പാൻഷൻ ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ വർഷങ്ങൾ, എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം, രജിസ്റ്റർ ചെയ്ത വർഷം, അതോടൊപ്പം തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ ഇതിന്റെ പ്രൊഡക്റ്റുകൾ, അതിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. Kerala State Handicrafts Apex Cooperative Society Limited is the state level federation of the primary handicrafts cooperative societies in Kerala. Kerala State Handicrafts Apex Cooperative Society Limited is the state level federation of the primary handicrafts cooperative societies in Kerala. കേരളത്തിലെ പ്രൈമറി കോപ്പറേറ്റീവ് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികളുടെ അപ്പെക്സ് സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അപ്പെക്സ് സ്ഥാപനമാണ്. ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞ അപ്പെക്സ് സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964 ഹാൻഡിക്രാഫ്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1964. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഈസ് അറ്റ് എറണാകുളം. ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികളുടെ അപ്പെക്സ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഈസ് അറ്റ് എറണാകുളം. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? എറണാകുളത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ സൊസൈറ്റികളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നൊക്കെ നോട്ട് ചെയ്തതിന് പഠിക്കാം. തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സ് ആയത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആലപ്പുഴ, അതുപോലെ എറണാകുളം, അങ്ങനെ പല സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അത് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തൊക്കെ വെച്ചിട്ട് എഴുതി തന്നെ പഠിക്കാം. അതുപോലെ ഇയറുകൾ, ഡേറ്റ് അടക്കമുള്ള ഇയറുകൾ കിട്ടുന്നതൊക്കെ ഡേറ്റ് അടക്കമുള്ള ഇയറുകൾ തന്നെയായിട്ട് പഠിക്കണം. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികൾ, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് കോർപ്പറേഷനുകൾ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ സൊസൈറ്റി എന്താണ്, കോർപ്പറേഷൻ എന്നത് രണ്ടാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി കോർപ്പറേഷനും വേറെ വേറെയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിച്ചൊക്കെ തന്നെ പോകാം. The brand name of Handicraft Development Cooperative സുരഭി. The brand name of Handicraft Development കോപ്പറേറ്റീവ്സ് സുരഭി. അതായത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് സുരഭിയാണ്. The brand name of Handicraft Development Cooperatives Surabhi. What is the showroom name of Kerala Handicraft Development Corporation? അതായത് കേരളത്തിലെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സിനെ സുരഭി എന്നറിയപ്പെടുമെങ്കിൽ കേരള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ് അല്ല, കോർപ്പറേഷൻ, അത് കൈരളിയാണ്. അതായത് സുരഭി എന്ന് പറയുന്ന ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ ആണെങ്കിൽ കൈരളി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റിന്റെയാണ്, സംസ്ഥാന ഗവൺമെന്റിന്റെയാണ്. അത് രണ്ടും മനസ്സിലാക്കി തന്നെ പഠിക്കാം. വാട്ട് ഈസ് ദ ഷോറൂം നെയിം ഓഫ് കേരള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ? കൈരളി. കോർപ്പറേഷൻ ആണ്, കോർപ്പറേഷൻ അല്ല, കോർപ്പറേഷൻ. CORPORATION, കോർപ്പറേഷൻ. വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം. What is the showroom name of Kerala Handicraft Development Corporation? Kairali. The brand name of Handicraft Development Cooperatives Surabhi.
ദ ഇയർ ഇൻ വിച്ച് ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ്. ഏത് വർഷമാണ് ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഏത് വർഷമാണ്? അതായത് സുരഭി രജിസ്റ്റർ ചെയ്തതല്ല, ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് ഇട്ട ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത 1953 ഹാൻഡിക്രാഫ്റ്റ് ബോർഡിന്റെ കീഴിലാണ് ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ വരുന്നത്. ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സ് അല്ല അതിന്റെ കീഴിൽ വരുന്നത്. രണ്ടും വ്യത്യാസം ഒന്ന് പഠിക്കുക. ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1953 1953. The year in which Handicraft Board established 1953. The year in which Handicraft Board established 1953. The year in which Surabhi register ചെയ്ത വർഷം 1964 നമ്മൾ പറഞ്ഞു. ഇയറിനോടൊപ്പം തന്നെ മന്തും ഡേറ്റും കൂടെ ആയിട്ട് പഠിക്കാം. 16th September 1964. 16/9/1964 സുരഭി രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്തതാണ് കേട്ടോ, ഫംഗ്ഷൻ ആരംഭിച്ചതല്ല. 16/9/1964 സുരഭി രജിസ്റ്റർ ചെയ്തത്. സുരഭി എന്ന് വെച്ചാൽ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റിയാണ്. ദ ഇയർ ഇൻ വിച്ച് സുരഭി രജിസ്റ്റേർഡ് 16th September 1964. സുരഭി സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 21st September 1964. സുരഭി സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഓൺ 21st September 1964. സുരഭി സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഓൺ 21st September 1964. രജിസ്റ്റർ ചെയ്തത് 16/9/1964. ഫംഗ്ഷൻ ആരംഭിച്ചത് 5 ദിവസങ്ങൾക്ക് ശേഷം 21/9/1964. ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത 1953. The members of Surabhi are primary handicrafts cooperative societies, National Handicraft Board and corporation owned by the government. ആരൊക്കെയാണ് സുരഭിയുടെ മെമ്പർമാർ എന്ന് പറയുന്നത്? പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റി ഉണ്ട്. അതുപോലെ നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് 1954 ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ബോർഡ്. അപ്പൊ നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് ആൻഡ് കോർപ്പറേഷൻ ഓൺഡ് ബൈ ദ ഗവൺമെന്റ്. അത് നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് ഉണ്ട്. പിന്നെ കോർപ്പറേഷൻ ഓൺഡ് ബൈ ദ ഗവൺമെന്റ്. ഈ കോർപ്പറേഷൻ ഓൺ ചെയ്തിട്ടുള്ള ഗവൺമെന്റും ഇതിന്റെ മെമ്പറാണ്. ദ മെമ്പേഴ്സ് ഓഫ് സുരഭി ആർ പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് ആൻഡ് കോർപ്പറേഷൻ ഓൺഡ് ബൈ ദ ഗവൺമെന്റ്. The members of Surabhi are primary handicrafts cooperative societies, National Handicraft Board and corporation owned by the government. ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന കോർപ്പറേഷൻ അതേതാണ്? നമ്മൾ കൈരളിയാണ് അതിന്റെ ഷോറൂമിന്റെ പേരെന്നൊക്കെ പറഞ്ഞില്ലേ, ആ കോർപ്പറേഷനും നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് 1954 രൂപീകരിച്ച നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡില്ലേ, അതുപോലെ തന്നെ പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുമാണ് സുരഭിയുടെ മെമ്പർമാരെന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? കൈരളി എന്ന് പറഞ്ഞ ഷോറൂമിനുള്ള കോർപ്പറേഷൻ എന്താണ് ഹാൻഡിക്രാഫ്റ്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു കോർപ്പറേഷനാണ്, അത് മെമ്പറാണ്. അതിന്റെ മെമ്പർ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഓണ്ടായിട്ടുള്ള അത് മെമ്പറാണ്. അതുപോലെ നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് 1954 രൂപീകരിച്ച നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ്, പിന്നെ പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇത് മൂന്നുമാണ് സുരഭിയുടെ മെമ്പർമാരെന്ന് പറയുന്നത്. സുരഭി ഹാസ് സെയിൽസ് ഷോറൂംസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആൻഡ് ഈസ് സ്പോൺസേർഡ് ബൈ ബോത്ത് ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്സ്. സുരഭിക്ക് ഇന്ത്യക്ക് പുറത്തും അതായത് സംസ്ഥാനത്തിന് പുറത്തും സംസ്ഥാനത്തിനകത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് അകത്തുമായിട്ടുള്ള ഷോറൂമുകളുണ്ട്. സുരഭി ഹാസ് സെയിൽസ് ഷോറൂംസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആൻഡ് ഈസ് സ്പോൺസേർഡ് ബൈ ബോത്ത് ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്സ്. അതായത് എന്താണ്? ഇത് ആരൊക്കെയാണ് സ്പോൺസർ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടും സ്പോൺസർ ചെയ്യുന്നുണ്ട് കേട്ടോ. സുരഭിക്കുള്ള പുറത്തായാലും അകത്തായിട്ടുള്ള ഷോറൂമുകളൊക്കെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. സുരഭി ഹാസ് സെയിൽസ് ഷോറൂംസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആൻഡ് ഈസ് സ്പോൺസേർഡ് ബൈ ബോത്ത് ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്സ്. വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് സുരഭി പ്രൊവൈഡഡ് ബൈ നബാർഡ് ആണ് സുരഭിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ നൽകുന്നത്. സുരഭിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ നൽകുന്നത് ആരാണ്? നബാർഡ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് സുരഭി പ്രൊവൈഡഡ് ബൈ നബാർഡ്. Surabhi have different types of products, include variety handicrafts in rosewood, sandalwood, whitewood, join wood, banana fiber, Korea grass, cane bamboo, painting, bell metals, brass, aluminium, straw picture, coconut shell, corn shell, horn, etc. ഇത് ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് നന്നായിട്ട് വായിച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കുക. കുറെ കാണാണ്ടൊന്നും പഠിച്ചിരിക്കണം. നമ്മളൊരു ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ അത് എന്തൊക്കെയാണ് ഉണ്ടാക്കുക, അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് ഇത് ഓരോന്ന് നോക്കിയത് റോസ് വുഡ്, സാൻഡൽവുഡ്,
വൈറ്റ് വുഡ്, ജോയിൻ വുഡ്, ബനാന ഫൈബർ, വാഴനാര്, കൊറിയ ഗ്രാസ്, കീൻ ബാമ്പു, പെയിന്റിങ്സ്, ബെൽ മെറ്റൽസ്, ബ്രാസ്, അലുമിനിയം, സ്ട്രോ പിക്ചർ, കോക്കനട്ട് ഷെൽ, കോൺ ഷെൽ, ഹോൺ എക്സെട്ര. ഇങ്ങനെ ഉള്ള സാധനങ്ങൾ കൊണ്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് സാധനങ്ങളാണ് സുരഭിയിലുള്ളത്. സുരഭി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് include variety of handicrafts in rosewood, sandalwood, whitewood, join wood, banana fiber, korea grass, cane bamboo, paintings, well metals, brass, aluminium, straw picture, coconut shell, conch shell, horn, etc. Surabhi has an export exhibition division at Ernakulam. Surabhi has an export and exhibition division at Ernakulam. Surabhiക്ക് ഒരു എക്സ്പോർട്ട് ഡിവിഷൻ ഉണ്ട്, അതുപോലെ എക്സിബിഷൻ ഡിവിഷൻ ഉണ്ട്. അത് രണ്ടും എവിടെയാണ്? എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. സുരഭി ഹാസ് എൻ എക്സ്പോർട്ട് ആൻഡ് എക്സിബിഷൻ ഡിവിഷൻ അറ്റ് എറണാകുളം. സുരഭി ഹാസ് സെറ്റ് അപ്പ് എ ക്രാഫ്റ്റ് ഡെവലപ്മെന്റ് സെന്റർ അറ്റ് എറണാകുളം ടു ട്രെയിൻ ഡെവലപ്മെന്റ് ന്യൂ ഡിസൈൻസ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ സുരഭിക്ക് ഒരു ക്രാഫ്റ്റ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. ഈ ക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളായിട്ടൊക്കെ വരുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെന്റർ എറണാകുളത്തുണ്ട്. അവിടെ എന്താണ് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പുതിയ പുതിയ ഡിസൈനുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. പുതിയ ഡിസൈനുകൾ നമ്മൾക്ക് തന്നെ ഒരേ ഡിസൈൻ തന്നെ പോരല്ലോ, വ്യത്യസ്തങ്ങളായ ഡിസൈനുകൾ വന്നാലേ ആളുകൾ പിന്നെയും പിന്നെയും വാങ്ങിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡിസൈനുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പരിശീലനങ്ങളും കൊടുക്കുന്നുണ്ട്. സുരഭി ഹാസ് സെറ്റപ്പ് എ ക്രാഫ്റ്റ് ഡെവലപ്മെന്റ് സെന്റർ. ക്രാഫ്റ്റ് ഡെവലപ്മെന്റ് സെന്റർ എവിടെയാണുള്ളത്? എറണാകുളത്താണ്. ക്രാഫ്റ്റ് ഡെവലപ്മെന്റ് സെന്ററിൽ എന്തൊക്കെയാണ്? ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പുതിയ പുതിയ ഡിസൈൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സുരഭി ഹാസ് എ ക്രാഫ്റ്റ് മാർക്കറ്റിംഗ് കോംപ്ലക്സ് അറ്റ് കോവളം, ദ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്റർ. അതായത് കേരളത്തിലുള്ള ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്റർ, കേരളത്തിലെ കോവളത്തുള്ള ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്ററിൽ സുരഭിക്ക് ഒരു ക്രാഫ്റ്റ് മാർക്കറ്റിംഗ് കോംപ്ലക്സ് ഉണ്ട്. സുരഭി ഹാസ് എ ക്രാഫ്റ്റ് മാർക്കറ്റിംഗ് കോംപ്ലക്സ് അറ്റ് കോവളം, ദ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്റർ. സുരഭി ഹാസ് എ ക്രാഫ്റ്റ് മാർക്കറ്റിംഗ് കോംപ്ലക്സ് അറ്റ് കോവളം, ദ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്റർ. നമ്മളപ്പോൾ സുരഭി ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് കയർ സൊസൈറ്റികൾ. ഈ കയർ സൊസൈറ്റികൾ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ കാര്യം പറയാം. ഇത്രയും ദിവസം നമ്മളെടുത്ത ക്ലാസ്സുകളായാലും ഏത് ക്ലാസ് ആയാലും നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ട് ആ നോട്ടുകൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അതിൽ തന്നെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തരാത്തത്. ഇതിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറുകളായിട്ടുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും, ഇപ്പൊ ഈ ഒരു ക്ലാസ് മാത്രം നിങ്ങൾ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ മുന്നിലത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാ ക്ലാസ്സുകളും കിട്ടും. അപ്പൊ നിങ്ങളത് പരമാവധി ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ ഉള്ളത്. അപ്പൊ ഓരോരുത്തരും എല്ലാ ക്ലാസ്സുകളും മുഴുവനായിട്ട് തന്നെ കാണുക. കുറേശ്ശെ കണ്ടുവച്ചിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണുക. ആ ഒരു സ്ട്രാറ്റജിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു ക്ലാസ് അത് മുഴുവനായിട്ട് അപ്പോൾ തന്നെ ഇരുന്ന് കണ്ട് അപ്പോൾ തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ എക്സാമുകൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. മാക്സിമം നമ്മൾ സമയം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി കയർ സൊസൈറ്റികൾ എന്താണെന്നുള്ളത് പഠിക്കാം. കയർ സൊസൈറ്റീസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കയർ ഇൻഡസ്ട്രി പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ എക്കണോമിക് സെക്ടർ ഓഫ് കേരള. കയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സെക്ടറിൽ ഒരു പ്രധാനപ്പെട്ട റോളാണ് വഹിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഒരു സെനാരിയല്ല, കുറച്ചു കാലം മുമ്പ് വരെ കയർ തൊഴിലാളികൾ, കയർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കയർ എന്താ പറയാ, ചകിരിയിൽ നിന്ന്, അതായത് നമ്മളെ തൊണ്ടുണ്ടല്ലോ, ഈ നാളികേരത്തിന്റെ തൊണ്ട്, അത് എടുത്തിട്ട് ചീച്ച് അതിൽ നിന്ന് ചകിരി എടുക്കുക. ചകിരിയിൽ നിന്ന് അതിന്റെ മറ്റുള്ള ഇത് വേസ്റ്റ് കളഞ്ഞ നാരുകൾ എടുത്ത് അത് പണ്ട് കാലങ്ങളിൽ കൈകൊണ്ട് ഇങ്ങനെ എന്താ പറയാ മെടഞ്ഞ് ഇതാക്കി എടുത്തിട്ടാണ് ചകിരി ഉണ്ടാക്കുന്നത്, കയറുണ്ടാക്കുന്നത്. പിന്നീട് അത് മെഷീനുകളായി. അപ്പൊ നമ്മളുടെ ഇതുണ്ടല്ലോ പുഴയോരങ്ങൾ, അതായത് കായലോരങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ, പ്രധാനപ്പെട്ട ആലപ്പുഴയൊക്കെ ജില്ലകളിൽ ഒക്കെ കൂടുതലായിട്ട് കയർ വ്യവസായം വളരെയധികം ഉണ്ടായിരുന്നു. അതൊരു വിഭാഗം ജനങ്ങളുടെ ഉപജീവന മാർഗം തന്നെയായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫൈബർ കയറുകളൊക്കെ ഇതൊക്കെ വന്നു തുടങ്ങിയ പിന്നെ നമുക്ക് കുറച്ചും കൂടെ
ഫൈബർ നാരുകൾ കൊണ്ടുള്ള കുറച്ചുകൂടി ബലവും ഈടും കൂടുതൽ കിട്ടുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ കയർ ഉൽപ്പന്നങ്ങൾ വളരെയധികം ഉപയോഗിച്ചിരുന്നു. ഇന്നിപ്പോ നമ്മുടെ കേരളത്തില് ഗവൺമെന്റ് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാല് ഇപ്പം കുറെ അതിനു വേണ്ടി കുറെ ഡെവലപ്മെന്റുകളും അല്ലെങ്കിൽ ആ കയർ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി കുറെ പുതിയ പുതിയ പ്രൊജക്ടുകളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. Kayar industry plays an important role in the economic sector of Kerala. Kayar industry plays an important role in the economic sector of Kerala. Kayar cooperative societies consists of two-tier setup. Kayar industry ഇങ്ങനെയാണ് two-tier setup ആണ്. ദുർബല സമ്പ്രദായത്തിലാണ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വർക്ക് ചെയ്യുന്നത്. കയർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദ്വിതല സമ്പ്രദായത്തിലാണ്. അതായത് അപ്പെക്സ് കയർഫെഡും താഴെ പ്രൈമറി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റികളും. Primary Kayar cooperatives work at the base level and the Kerala State Cooperative Kayar Marketing Federation at the apex level. The primary Kayar cooperative society work at the base level and the Kerala State Cooperative Kayar Marketing Federation at the apex level. The primary Kayar cooperative work at the base level and the Kerala State Cooperative Kayar Marketing Federation at the apex level. The area of operation of the primary cooperative societies is based on the concentration of workers and it's varies from a few wards to a village. അതായത് ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന അവിടുത്തെ വർക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വില്ലേജിലെ കുറച്ച് വാർഡുകൾ കുറച്ച് സ്ഥലങ്ങളില് ഈ വർക്കേഴ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം, അതായത് എല്ലാ സ്ഥലങ്ങളിലും ഒരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ വില്ലേജിന്റെ കുറെ ഭാഗങ്ങൾ എന്നല്ല, ഈ കയറുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ കൂടുതലുള്ള ആ ഭാഗത്ത് ആ വില്ലേജിലെ കുറച്ച് വാർഡുകൾ അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ, അതായിരിക്കും അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് ഇറ്റ് വേരീസ് ഫ്രം എ ഫ്യൂ വാർഡ്സ് ടു എ വില്ലേജ്. The area of operation of the primary cooperative society is based on the concentration of workers and it varies from a few wards to a village. In primary cooperatives, membership is open to choir workers and 10% of total membership for sympathizers. അതായത് പ്രൈമറി കോപ്പറേറ്റീവ്സിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കോയർ വർക്കേഴ്സിനും അതിൽ 10% എന്ന് പറയുന്നത് അതിന്റെ അനുഭാവികൾക്കുമാണ്. അതായത് 90% ആയിരിക്കണം അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് തൊഴിലാളികൾക്കാണെങ്കിൽ ഒരു 10% ഇതിന്റെ അനുഭാവികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കുമാണ്. The primary cooperative membership is open to choir workers and 10% of total membership for sympathizers. In primary cooperatives, membership is open to choir workers and 10% of total membership for sympathizers. Management of choir societies is vested with the representatives of the members. കോർ സൊസൈറ്റിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ മെമ്പർമാരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും. മാനേജ്മെന്റ് ഓഫ് കോയർ സൊസൈറ്റീസ് ഈസ് വെസ്റ്റഡ് വിത്ത് ദി representatives of the members. Management of choir societies is vested with the representatives of the members. Choir cooperative societies were started in Kerala from 1950-51. 1950-51 കാലഘട്ടങ്ങളിലാണ് കേരളത്തിലെ കോയർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്റ്റാർട്ട് ചെയ്തത്. 1950-51 കാലഘട്ടങ്ങളിലാണ് കേരളത്തിൽ കോയർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്റ്റാർട്ട് ചെയ്തത്. Choir cooperative societies were started in Kerala from 1950 to 51. The primary cooperative societies aims at the development and welfare of the choir workers. The primary cooperative societies aims at the development and welfare of the choir workers. ഈ primary cooperative societies aim ചെയ്യുന്നത് എന്താണ്? അവരുടെ കയർ തൊഴിലാളികൾ എന്ന് പറയും അവരുടെ വെൽഫെയർ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ കയർ വ്യവസായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ പ്രൈമറി കയർ സൊസൈറ്റികൾ ലക്ഷ്യമിടുന്നത്. The primary cooperative societies aims at the development and welfare of the choir workers. Its main objectives are follows. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് താഴെ നൽകുന്നതാണ്. To establish spinning factories for choir workers. എന്താണ് കോയർ വർക്കേഴ്സിന്റെ ഫാക്ടറീസ് ഉണ്ടല്ലോ, അത് നെയ്യണ ആ ഫാക്ടറികൾ എന്താണ് കയർപ്പിരിക്കുന്ന ആ ഫാക്ടറികൾ
അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്താണ് അതിന് പ്രധാനം എസ്റ്റാബ്ലിഷ് ഇത് ടു എസ്റ്റാബ്ലിഷ് സ്പിന്നിങ് ഫാക്ടറീസ് ഓഫ് കൊയർ വർക്കേഴ്സ് to start or take on lease renting yards for husks and distributing it among choir workers. അതായത് ചകിരി ഈ നാരുകളിൽ ഒക്കെ വേർതിരിച്ചിട്ട് അതിന്റെ അതായത് ഈ അതിനെന്താ പറയാ ചീച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ തല്ലി അതിന് കയറുകൾ എന്തൊട്ട് ചകിരി നാര് നീക്കം ചെയ്തിട്ട് അത് ഡസ്റ്റ് മാറ്റിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങള് അതാണ് അതൊക്കെ യാണ അതിന്റെ എന്നിട്ട് പറയാ നാരുകളാക്കി മാറ്റും. അങ്ങനെ അത് കൊയർ വർക്കേഴ്സിന് അത് വിതരണം ചെയ്തു കൊടുക്കും. പിരിക്കുന്ന ആളുകൾക്ക് അത് എടുത്തിട്ട് വിതരണമൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ടു സ്റ്റാർട്ട് ഓർ ടേക്ക് ഓൺ ലീസ് റെന്റിംഗ് യാർഡ്സ് ഫോർ ഹസ്ക്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് എമംഗ് കയർ വർക്കേഴ്സ്. To purchase or hire tools, implements and required by choir workers. എന്താണ് ഹയർ ടൂൾസ് മറ്റുള്ള കാര്യങ്ങൾ ഇവർക്ക് ആവശ്യമുള്ള ടൂൾസുകൾ മറ്റുള്ള അത്യാവശ്യമായിട്ടുള്ള റിക്വയർമെന്റുകളൊക്കെ ചെയ്തു കൊടുക്കും. വാങ്ങിച്ചു കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സൊസൈറ്റികളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടു പർച്ചേസ് ഓർ ഹയർ വാടകയ്ക്കും കൊടുക്കാം വാങ്ങാനും കൊടുക്കും വിൽപ്പനയ്ക്കായിട്ടും കൊടുക്കും. ടു പർച്ചേസ് ഓർ ഹയർ ടൂൾസ് ഓർ ഇംപ്ലിമെന്റ്സ് ആൻഡ് റിക്വയർഡ് ബൈ കൊയർ വർക്കേഴ്സ്. ടു പർച്ചേസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് അവിടെ ഒരു കയറി വന്നു. ഡിസ്ട്രിബ്യൂട്ട് കൊയർ യാൺ ആൻഡ് അതർ റോ മെറ്റീരിയൽസ്. അതായത് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊയർ വർക്കേഴ്സിന് ചില സ്ഥലങ്ങളിൽ ഈ യാൺ കിട്ടില്ല അവർക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊക്കെ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് വിതരണം നടത്തി കൊടുക്കുക. അതുപോലെ യാണുകൾ കളക്ട് ചെയ്യുക. അതുപോലെ അവർക്ക് ആവശ്യമുള്ള ഇതിന്റെ മെഷീനറികൾ എത്തിച്ചു കൊടുക്കുക. അത് പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് ഹയർ പർച്ചേസ് വ്യവസ്ഥയ്ക്ക് കൊടുക്കുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കയർ സൊസൈറ്റികൾ ചെയ്തു കൊടുക്കുന്നു. ടു ആക്ട് ആസ് എൻ ഏജന്റ് ഫോർ ദ സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ദ മെമ്പേഴ്സ്. അതായത് ഇവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടി ഇവര് ചകിരി പിരിച്ച് കയറാക്കി ചകിരിനെ കയറാക്കി മാറ്റി അതുകൊണ്ട് മാത്രമല്ല പല ഉപ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ചവിട്ടികള് കയറ്റുപായൽ കുറെ സാധനങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ബെഡിലൊക്കെ ചകിരി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ സെയിൽ കണ്ടെത്തണ്ടേ, അതിനും ഈ സൊസൈറ്റികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു മാനുഫാക്ചർ പ്രൊഡക്ട്സ് ആസ് ഡിമാൻഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഡിമാൻഡ് അനുസരിച്ച് മറ്റുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റിന്റെ ഒക്കെ ഡിമാൻഡ് അനുസരിച്ച് പ്രൊഡക്റ്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ അതൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മേൽനോട്ടങ്ങളൊക്കെ വെച്ച് ചെയ്യിപ്പിക്കുന്നതൊക്കെ പ്രൈമറി കൊയർ സൊസൈറ്റികളുടെ ഒബ്ജക്റ്റീവിൽ പെടുന്നു. ടു മാനുഫാക്ചർ പ്രൊഡക്ട്സ് ആസ് ഡിമാൻഡ് ബൈ ദി ഗവൺമെന്റ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതുപോലെ ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നടത്തുന്നതിന് ശ്രദ്ധിക്കുന്നു. ടു റൈസ് ഇനഫ് ഫണ്ട് ഫ്രം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് അതർ ഏജൻസീസ് ടു സാങ്ഷൻ ലോൺ ടു മെമ്പേഴ്സ്. ഇവർക്ക് ആവശ്യമുള്ള ലോണുകളും മറ്റുള്ളതും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും അതുപോലുള്ള ഏജൻസികളിൽ നിന്നൊക്കെ സാങ്ഷൻ വാങ്ങിച്ചു കൊടുക്കുന്നു. ടു റൈസ് ഫണ്ട് എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫൗണ്ട് അല്ല ഫണ്ട്, FUND ഉണ്ട്, ഫണ്ട് ആണ്. To raise enough fund from Kerala State Cooperative Bank and other agencies to sanction loan to members. To raise enough fund from Kerala State Cooperative Bank and other agencies to sanction loan to members. To obtain grants and subsidies from government. To obtain grants and subsidies from government. ഗവൺമെന്റിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ള സബ്സിഡികളും ഗ്രാന്റുകളും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ഈ കൊയർ വർക്കേഴ്സിന് വേണ്ടിയിട്ട്, കയർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ടു ഒബ്റ്റെയിൻ ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാന്റ്സ് സബ്സിഡീസ് ഒക്കെ കൊടുക്കുന്ന, അതായത് ഗ്രാന്റ്സും സബ്സിഡീസ് ഒക്കെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഈ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ചെയ്തു കൊടുക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഗിവൺ ബിലോ. അതായത് കൊയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പല വിധത്തിലുള്ളതുണ്ട്. ഏതൊക്കെ ടൈപ്പിലുള്ള കൊയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണുള്ളത് നോക്കാം. കൊയർ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒന്ന്, കൊയർ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊയർ ഫൈബർ മാനുഫാക്ചറിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊയർ ഫൈബർ മാനുഫാക്ചറിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഹസ്ക് റേറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഹസ്ക് റേറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്.
തൊണ്ട് വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, തൊണ്ട് വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കൊയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏതൊക്കെ ടൈപ്പാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഗിവൺ ബിലോ. ഒന്ന്, കൊയർ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊയർ മാറ്റ്സ് ആൻഡ് മേറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊയർ ഫൈബർ മാനുഫാക്ചറിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഹസ്ക് റെറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, തൊണ്ട് വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്ത നമുക്ക് കൊയർഫെഡ് പഠിക്കാം. എന്താണ് കൊയർഫെഡ്? അപ്പെക്സ് സ്ഥാപനമാണ്. അതായത് നമ്മൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിച്ചു, അതിന്റെ അപ്പെക്സ് സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കൊയർഫെഡ്. Kerala State Cooperative Coir Marketing Federation was established in 27th October 1979. Kerala State Cooperative Coir Marketing Federation was established in 27th October 1979. 1979 ഒക്ടോബർ 27 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് 1979 ഒക്ടോബർ 27. 1979 ഒക്ടോബർ 27. Kerala State Cooperative Coir Marketing Federation was established in 27th October 1979. Headquarters of Coirfed. Headquarters എവിടെയാണ്? ആലപ്പുഴ. കോയർഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആലപ്പുഴ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കോയർഫെഡ് ആലപ്പുഴ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ 1979 ഒക്ടോബർ 27 എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലുമാണ്. ആലപ്പുഴയിലാണ്. It is one of the premier organization in coir industry and plays vital role in the development of coir industry. എന്നാണ് vital role in the കയർ ഇൻഡസ്ട്രി. കയർ ഇൻഡസ്ട്രിയിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയർ ഇൻഡസ്ട്രിയുടെ പ്രീമിയർ ഇതായിട്ട് ഓർഗനൈസേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ കോയർഫെഡ് ആണ്. കോയർഫെഡ് എന്നാണ് അറിയപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അറിയപ്പെടുന്നത് കോയർഫെഡ് എന്നാണ്. Coirfed is one of the premier organization in coir industry and plays vital role in the development of coir industry. Coirfed was formed by amalgamating the Central Coir Marketing Societies of Kollam, Alappuzha, Cochin and Calicut. Coirfed was formed by amalgamating the Central Coir Marketing Societies of Kollam, ആലപ്പി, കൊച്ചിൻ ആൻഡ് കാലിക്കറ്റ്. കോയർഫെഡ് എങ്ങനെയാണ് രൂപീകരിച്ചതെന്ന് വെച്ചാൽ അതായത് സെൻട്രലായിട്ട് കോയർ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ കൊല്ലത്ത്, ആലപ്പി, കൊച്ചിനിലും കാലിക്കറ്റിലുണ്ടായി. ഇത് 4 കൂടി അമാൽഗമേറ്റ് ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് അങ്ങനെയാണ് കോയർഫെഡ് രൂപം കൊണ്ടത്. അപ്പൊ കോയർഫെഡ് എങ്ങനെ രൂപം കൊണ്ടത്? കൊല്ലം സെൻട്രൽ കോയർ മാർക്കറ്റിംഗ് സൊസൈറ്റിയും ആലപ്പുഴയിലുള്ള സെൻട്രൽ കോയർ മാർക്കറ്റിംഗ് സൊസൈറ്റിയും അതുപോലെ കൊച്ചിയിലും കാലിക്കറ്റിലുമുള്ള കോയർ സെൻട്രൽ മാർക്കറ്റിംഗ് സൊസൈറ്റികളെ ഒന്നിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് കോയർഫെഡ് എന്ന് പറയുന്നത്. കോയർഫെഡ് വാസ് ഫോംഡ് ബൈ അമാൽഗമേറ്റിംഗ് ദി സെൻട്രൽ കോയർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഓഫ് കൊല്ലം, ആലപ്പി, കൊച്ചിൻ ആൻഡ് കാലിക്കറ്റ്. Membership of the Coirfed consists of all types of primary coir cooperative societies. Membership of the Coirfed consists of all types of primary coir cooperative societies. Membership ആർക്കാണ് കൊടുക്കുന്നത്? എല്ലാ തരത്തിലുള്ള പ്രൈമറി കോയർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണ് കോർഫെഡിലെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. കോർഫെഡിലെ മെമ്പർഷിപ്പ് ആർക്കാണ്? പ്രൈമറി കോയർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റിൽ കോയർഫെഡിലെ മാനേജ്മെന്റിൽ ആരൊക്കെയാണ് ഉള്ളത് നോക്കാം. മാനേജ്മെന്റ് ഓഫ് ദ സൊസൈറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എലക്ടഡ് ഫ്രം എമംഗ് ഡെലിഗേറ്റ്സ് ഓഫ് ദി മെമ്പർ സൊസൈറ്റീസ്. മെമ്പർ സൊസൈറ്റീസ് ആരാണ്? പ്രൈമറി കോയർ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നുള്ള മെമ്പർമാരും ഗവൺമെന്റ് നോമിനികളും അതുപോലെ കോർഫെഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ഇതടങ്ങുന്നതാണ് ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന് പറയുന്നത്. Management of the society is vested with the board of directors elected from among delegates of the member societies, nominees of government and managing director of the federation. Management of the society is vested with the board of directors elected from among delegates of the member societies, nominees of government and managing director of the federation. The aims and objectives of Coirfed. The aims of
ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോയർഫെഡ്. കോയർഫെഡിന്റെ എയിംസ്, ലക്ഷ്യങ്ങളും അതിന്റെ പ്രവർത്തനം എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ നോക്കാം. ടു എൻകറേജ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് പ്രൈമറി സൊസൈറ്റീസ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഇവരുടെ മെമ്പർ സൊസൈറ്റികൾ ഉണ്ടല്ലോ, പ്രൈമറി സൊസൈറ്റികൾ, അതിലെ മെമ്പർമാർക്കും അവർ പരസ്പര സഹായത്തിനും അതുപോലെ അവർ സമ്പാദ്യശീലമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യുക, അവർ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ടു എൻകറേജ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് പ്രൈമറി സൊസൈറ്റീസ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. ടു എൻകറേജ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് ഹെൽപ്പ് എമംഗ് പ്രൈമറി സൊസൈറ്റീസ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. Arrange for all the raw materials needed by member societies and runs a raw material bank. എന്താണ്, മെമ്പർ സൊസൈറ്റികൾക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ വേണമല്ലോ, അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിന് എന്താ, അതൊക്കെ സംഭരിച്ചു വെച്ചിട്ട് റോ മെറ്റീരിയൽ ബാങ്ക് തന്നെയുണ്ട്. അത് ബാങ്ക് സംഭരണ ശേഷി സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് വിതരണങ്ങൾ നടത്തി കൊടുക്കുക, അത് ആവശ്യമുള്ളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നേരത്തെ. ഇത് കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ടു അറേഞ്ച് ഫോർ ഓൾ ദ റോ മെറ്റീരിയൽസ് നീഡഡ് ബൈ മെമ്പർ സൊസൈറ്റീസ് ആൻഡ് റൺസ് എ റോ മെറ്റീരിയൽ ബാങ്ക്. To arrange for all the raw materials needed by member societies and runs a raw material bank. To set up plans for manufacture of raw materials for coir industry. So to set up plans for manufacture of raw materials for coir industry. അതായത് കൊയർ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, കയറിന്റെ വ്യവസായങ്ങൾ ചെയ്യുന്നതല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലുകളൊക്കെ സംഘടിപ്പിക്കുക. അതായത് പ്ലാന്റ്സിൽ നിന്ന് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് തന്നെ, തൊണ്ടിൽ നിന്നൊക്കെ എടുക്കുന്ന അതിന്റെ മാനുഫാക്ചറിങ് അതൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. കൊയർ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക എന്നതൊക്കെ കോയർഫെഡിന്റെ എയിംസിൽ പെടുന്നതാണ്. ടു അറേഞ്ച് ഫോർ സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ദി products of member societies inside and outside the country. Then to arrange for storage and marketing of the products of the member societies inside and outside of the country. എന്താണ്, നമ്മുടെ രാജ്യത്തിന് നമ്മൾ പുറത്തും അകത്തുമായിട്ടുള്ള ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ഈ പ്രൊഡക്റ്റുകൾക്കുള്ള മാർക്കറ്റിംഗ് കണ്ടെത്തി കൊടുക്കുക എന്നാണ്. അതുപോലെ സൂക്ഷിക്കേണ്ട അതിന്റെ സംഭരണങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അതുപോലെ ഇതിന്റെ മാർക്കറ്റിംഗ് കണ്ടെത്തി കൊടുക്കുക. ഇതൊക്കെ ഇതിന്റെ എയിംസിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ടു അറേഞ്ച് ഫോർ സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ദി മെമ്പർ സൊസൈറ്റീസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. To raise funds by way of loan, grants and subsidies from government, NABARD, NCDC, etc. and advance loans to member societies. എന്താണ്, ഇവർക്ക് പ്രൈമറി സൊസൈറ്റികൾക്കും ഇതുപോലെയുള്ള വ്യവസായങ്ങൾക്കൊക്കെ ആവശ്യമുള്ള ഫണ്ടുകൾ എവിടെ നിന്ന് കൊടുക്കും? ഗവൺമെന്റിൽ നിന്ന്, നബാർഡിൽ നിന്ന്, NCDCയിൽ നിന്ന്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, മുതലായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോണുകളായിട്ട്, ഗ്രാൻസ് ആയിട്ട്, സബ്സിഡി ആയിട്ടൊക്കെ വാങ്ങിച്ചിട്ട് അത് ആർക്ക്? മെമ്പർ സൊസൈറ്റികൾക്ക് അഡ്വാൻസ് ചെയ്യും. അതായത് ലോൺ, ഗ്രാൻസ്, സബ്സിഡി ഒക്കെ ഗവൺമെന്റിൽ നിന്നും നബാർഡ്, NCDC എന്നിങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് അത് മെമ്പർ സൊസൈറ്റികൾക്ക് ലോൺ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. To arrange for seminars, workshop, etc. for member societies and publish literature on choir sector, conduct exhibition, come sale at festivals at all important places in the state. To arrange for seminars, workshop, etc. for member societies and publish literature on choir sector, conduct exhibition, come sale at festivals at all important places in the state. അതായത് സെമിനാറുകൾ, വർക്ക്ഷോപ്പുകളൊക്കെ അറേഞ്ചുകൾ ചെയ്തു കൊടുക്കും. അതായത് ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളതും അതിനുള്ള പ്രൊജക്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള സെമിനാർസ്, വർക്ക്ഷോപ്പുകൾ, അതായത് 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പ് ആകുമ്പോൾ അതിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന വർക്ക്ഷോപ്പുകൾ അങ്ങനെ ആർക്ക് വേണ്ടിയിട്ട്? മെമ്പർ സൊസൈറ്റികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. അതുപോലെ ഇവർക്ക് ആവശ്യമുള്ള ലിറ്ററേച്ചറുകൾ പബ്ലിഷ് ചെയ്യും. അത് കോർ സെക്ടറുകളെ കുറിച്ചൊക്കെ ഉള്ള ലിറ്ററേച്ചറുകൾ പബ്ലിഷ് ചെയ്യും. എക്സിബിഷനുകൾ കണ്ടക്ട് ചെയ്യും. പിന്നെ സെയിൽ ഫെസ്റ്റിവൽസ് നടത്തും. അങ്ങനെ അതിൽ നിന്ന് കേരളത്തിന്റെ അകത്തും പുറത്തൊക്കെ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് സ്ഥലങ്ങളിലൊക്കെ സെയിൽ ഫെസ്റ്റിവൽസ് നടത്തും, എക്സിബിഷനുകൾ കണ്ടക്ട് ചെയ്യും. അങ്ങനെ മെമ്പർ സൊസൈറ്റികൾക്ക്, മെമ്പർമാർക്ക് ആവശ്യമുള്ള എല്ലാവിധ സൗകര്യങ്ങളും കോയർഫെഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്.
to arrange for seminars, workshop, etc. for member societies and publish literature on choir sector, conduct exhibition cum sale at festivals at all important places in the state. To supervise and coordinate activities of the member societies and train their staff and workers and maintain technical consultancy and promotional cell. അതായത് മെമ്പർ സൊസൈറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികൾ കോർഡിനേറ്റ് ചെയ്യും, അതുപോലെ മേൽനോട്ടങ്ങൾ വഹിക്കും, പിന്നെ അവർക്ക് ആവശ്യമുള്ള സ്റ്റാഫുകൾക്കും അവരുടെ തൊഴിലാളികൾക്കും ആവശ്യമുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കും, പിന്നെ ആവശ്യമുള്ള ടെക്നിക്കൽ കൺസൾട്ടൻസികൾ, കാരണം പുതിയ രീതികൾ ആവിഷ്കരിക്കുമ്പോൾ കുറെ മെഷീനറികളൊക്കെ വരും, അതിനുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസുകൾ കൊടുക്കും, പിന്നെ ഇത് എങ്ങനെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന എന്നുള്ള പ്രൊമോഷൻ സെല്ലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കും. ടു സൂപ്പർവൈസ് ആൻഡ് കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ മെമ്പർ സൊസൈറ്റീസ് and train their staff and workers and maintain technical consultancy and promotional cell. To supervise and coordinate activities of the member societies and train their staff and workers and maintain technical consultancy and promotional cell. Coirford has established a godowns at Kadakavur, Kollam, Alappuzha, Kottappuram, Pallarata and കോഴിക്കോട് ടു സ്റ്റോർ ദ പ്രൊഡക്റ്റ് ഓഫ് മെമ്പേഴ്സ്. കോയർഫെഡിന്റെ ഗോഡൌൺസുകൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. കടക്കാവൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടപ്പുറം, പല്ലറാട്ട, കോഴിക്കോട്. എവിടേക്കാണ് ഗോഡൌൺസ്? കടക്കാവൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടപ്പുറം, പല്ലറാട്ട, കോഴിക്കോട്. Coirford has established godowns at Kadakavur, Kollam, Alappuzha, Kottappuram, Pallaratta and Kozhikode to store the products of members. Coirford has established godowns at Kadakavur, Kollam, Alappuzha, Kottappuram, Pallaratta and Kozhikode to store the product of members. It owns a mattress production factory as well. എന്താണ് ഇതിന്? കോർഫഡിന് ഒരു മാട്രസ് പ്രൊഡക്ഷൻ ഫാക്ടറി ഉണ്ട്. മാട്രസ് പ്രൊഡക്ഷൻ ഫാക്ടറി ഇതുകൊണ്ടുള്ള പായ പോലെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കൂലേ, കയറ്റ് പായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്. ഇറ്റ് ഓൺസ് എ മാട്രസ് പ്രൊഡക്ഷൻ ഫാക്ടറി ആസ് വെൽ. കോർഫഡിന്റെ മാട്രസ് പ്രൊഡക്ഷൻ ഫാക്ടറി ഉണ്ട്. ബെഡുകൾ ഉണ്ടാക്കുന്ന കോർഫഡിന്റെ ബെഡുകളുണ്ട്, അതൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്. ഒരു സൈഡ് കോയറും ഒരു സൈഡ് ഇതും നമ്മളെ സ്പോഞ്ചും വെച്ചിട്ടുള്ള കോയർ ബെഡുകളൊക്കെ ഉണ്ട് കേട്ടോ. Coirford deals with only biodegradable and nature-friendly products and is the only exporting agency with ISO certification. Coirford എന്താണ്? ബയോഡിഗ്രേഡബിൾ ആൻഡ് നേച്ചർ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആണ്. നേച്ചർ ഫ്രണ്ട്ലി ആണ് കാരണം അത് ഒരു ബൈ പ്രൊഡക്റ്റ് എന്തിൽ നിന്നുള്ളതാണ്? നമ്മളുടെ നാളികേരത്തിൽ നിന്നുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. നാളികേരം എന്ന് വെച്ചാൽ തൊണ്ടിൽ നിന്നുള്ള. ആൻഡ് ഓൺലി എക്സ്പോർട്ടിംഗ് ഏജൻസി വിത്ത് ISO സർട്ടിഫിക്കേഷൻ. അതിന് ISO സർട്ടിഫിക്കേഷനുള്ള എക്സ്പോർട്ടിംഗ് ഏജൻസി ഉണ്ട്. Coirford deals with only biodegradable and nature-friendly products and is the only exporting agency with ISO certification. Monthly journal published by Coirford. Coirford in a monthly journal and Coir News. Monthly journal published by Coirford, Coir News. Monthly journal published by Coirford, Coir News. Central Coir Research Institute is located at Kalavur. Central Coir Research Institute is located at Kalavur. Central Coir Research Institute is located at Kalavur. All India Coir Board was set up in 1954. All India Coir Board was set up in 1954. Monthly Journal Coir News കലവൂരാണ്. സെൻട്രൽ കോയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കലവൂരാണ്. ഓൾ ഇന്ത്യ കോയർ ബോർഡ് 1954 കോയർ ഇയർ അതായത് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കോയറിന്റെ കൂടുതൽ ഇത് വരാൻ വേണ്ടി, കാരണം കോയർ ഫാക്ടറികൾ കോയർ സംഘങ്ങളൊക്കെ ഡിമിനിഷിംഗ് രീതിയിലേക്ക് പോകുന്നപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കോയർ ഇയർ ആയിട്ട് 2010 ആചരിച്ചതാണ്. കോയർ ഇയർ വാസ് ഒബ്സർവ്ഡ് ഇൻ 2010. കോയർ ഇയർ വാസ് ഒബ്സർവ്ഡ് ഇൻ 2010. സെൻട്രൽ കോയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂർ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി ഉണ്ട്, അത് ബാംഗ്ലൂരാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി എവിടെയാണ്? ബാംഗ്ലൂർ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി ബാംഗ്ലൂർ. സെൻട്രൽ കോയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂരാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി രണ്ടും മനസ്സിലാക്കുക. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂരാണ്, ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ബാംഗ്ലൂരാണ്.
ടെക്നോളജി എവിടെ കിടക്കുകയാണ്? ബാംഗ്ലൂരാണ് ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ബാംഗ്ലൂർ തന്നെയാണ് ഉള്ളത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി ബാംഗ്ലൂർ, ദ സെൻട്രൽ കൊയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂർ. കൊയർ ഇയർ വാസ് ഒബ്സർവ്ഡ് ഇൻ 2010. പ്രൊഡക്ട്സ് ഓഫ് കയർഫെഡ്. കയർഫെഡിന്റെ പ്രൊഡക്റ്റുകളാണ് കൊക്കോഫെർട്ട്. കൊക്കോഫെർട്ട് എന്താണ്? കൊക്കോഫെർട്ട്, കൊക്കോ പ്ലസ്, കൊക്കോ പ്ലസ്, കൊക്കോ ജിയോ ഫാബ്രിക്, കൊക്കോ ജിയോ ഫാബ്രിക്, ഡസ്റ്റ് ഔട്ട്, ഡസ്റ്റ് ഔട്ട്, ഡീപ് സ്ലീപ്പ്, ഡീപ് സ്ലീപ്പ്. എല്ലാരും നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. കൊക്കോ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മള് എന്താ വിചാരിക്കുക, കാരാഫെഡ് ഒക്കെ ചിലപ്പോൾ വിചാരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെന്ന് തോന്നണമെന്നില്ല. അപ്പൊ കൊക്കോ ഫെർട്ട്, കൊക്കോ പ്ലസ്, കൊക്കോ ജിയോ ഫാബ്രിക്, ഡസ്റ്റ് ഔട്ട്, ഡീപ് സ്ലീപ്പ്. പ്രൊഡക്ട്സ് ഓഫ് കൊയർഫെഡ്, കൊക്കോ ഫെർട്ട്, കൊക്കോ പ്ലസ്, കൊക്കോ ജിയോ ഫാബ്രിക്, കൊക്കോ ഫെർട്ട്, കൊക്കോ പ്ലസ്, കൊക്കോ ജിയോ ഫാബ്രിക്, ഡസ്റ്റ് ഔട്ട്, ഡീപ് സ്ലീപ്പ്, ഡസ്റ്റ് ഔട്ട്, ഡീപ് സ്ലീപ്പ്. കൊക്കോ ഫെർട്ട്, കൊക്കോ പ്ലസ്, കൊക്കോ ജിയോ ഫാബ്രിക്, ഡസ്റ്റ് ഔട്ട്, ഡീപ് സ്ലീപ്പ്. അപ്പൊ കയർഫെഡിന്റെ പ്രോഡക്ട്സ് നമ്മൾ പഠിച്ചു. കൊക്കോ ഫെർട്ട്, കൊക്കോ പ്ലസ്, കൊക്കോ ജിയോ ഫാബ്രിക്, ഡസ്റ്റ് ഔട്ട്, ഡീപ് സ്ലീപ്പ്. ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി കൊയർ. ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി, എന്താണ്? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സ്വർണ്ണ നാരുകൾ എന്നറിയപ്പെടുന്നതാണ് കൊയർ. എന്താണ്? ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി കൊയർ. ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി കൊയർ. കൊയർ ബിസിനസ് ഈസ് ആൾസോ കോൾഡ് ഗ്രീൻ ബിസിനസ്. കൊയർ ബിസിനസ് ഈസ് ആൾസോ നോൺ ആസ് ഗ്രീൻ ബിസിനസ്. കൊയർ ബിസിനസിനെ പറയുന്ന വേറെ പേരാണ് ഗ്രീൻ ബിസിനസ്. ഗോൾഡൻ യാൺ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി കൊയർ. വിച്ച് ഈസ് നോൺ ആസ് കൊയർ ക്യാപിറ്റൽ ഓഫ് കേരള. കേരളത്തിന്റെ കൊയർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. കേരളത്തിന്റെ കൊയർ ക്യാപിറ്റൽ എന്താണ്? ആലപ്പുഴ. വിച്ച് ഈസ് നോൺ ആസ് കൊയർ ക്യാപിറ്റൽ ഓഫ് കേരള, ആലപ്പുഴ. വിച്ച് ഈസ് നോൺ ആസ് കൊയർ ക്യാപിറ്റൽ ഓഫ് കേരള, ആലപ്പുഴ. വിച്ച് ഈസ് നോൺ ആസ് കൊയർ ക്യാപിറ്റൽ ഓഫ് കേരള, ആലപ്പുഴ. കൊയർ ബോർഡ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. കൊയർ ബോർഡ് എന്ന് പറയുന്നത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ അതിന്റെ ആസ്ഥാനം അത് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ളതാണ്. കൊയർ ബോർഡ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. കൊയർ ബോർഡ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. ഓൾ കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെന്റ് ഓഫ് ഓഡിറ്റ് ഫീസ്. എല്ലാ കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഓഡിറ്റ് ഫീസിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഓൾ കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെന്റ് ഓഫ് ഓഡിറ്റ് ഫീസ്. എല്ലാ കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഓഡിറ്റ് ഫീസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു. ബട്ട് ഇൻ അപ്പെക്സ് സൊസൈറ്റി, അതിന്റെ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് നീഡ് പേ ഓഫ് ഹാഫ് ഓഫ് ദി റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. എത്രയാണോ ഓഡിറ്റ് ഫീസ് ചാർജ് ചെയ്യുന്നത് അതിന്റെ പകുതി ഇപ്പൊ 1 ലക്ഷം രൂപയാണെങ്കിൽ 50,000, മാക്സിമം 1 ലക്ഷം രൂപയാണെങ്കിൽ 50,000, അങ്ങനെ പകുതി അടച്ചാൽ മതി. അപ്പൊ അപ്പെക്സ് സൊസൈറ്റികൾ പകുതി അടയ്ക്കണം. എന്നാൽ കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൈമറിക്ക് ഒന്നും ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടതില്ല. All choir cooperative societies are exempted from payment of audit fees, but an apex society need pay half of the rate of audit fee chargeable. Publication of Coirfed is Coir Vyavasayam. Publication of Coirfed is Coir Vyavasayam. Coirfedന്റെ publication ആണ് Coir Vyavasayam എന്നറിയപ്പെടുന്നത്. Publication of Coirfed is Coir Vyavasayam. Coirfedന്റെ publication എന്താണ്? Coir Vyavasayam. Husk Price Control Order came into force in 1972. Husk Price Control Order came into force in 1972. Husk Price Control Order എന്നാണ് തുടങ്ങിയ നിലയിൽ വന്നത് 1972 മുതൽ. Husk Price Control Order came into force in 1972. 1972 മുതൽ Husk Price Control Order നിലയിൽ വന്നു. 1972 മുതൽ Husk Price Control Order came into force in 1972. കൊയർഫെഡ് ആലപ്പുഴയിലും കൊയർ ബോർഡ് കൊച്ചിനും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കൊയർഫെഡ് ആലപ്പുഴ, കൊയർ ബോർഡ് കൊച്ചിൻ. ഇനി പ്രൈമറി കൊയർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. കൊയർ മാറ്റ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. കൊയർ റോപ്പ് മാനുഫാക്ചറിംഗ് സൊസൈറ്റി, കൊയർ ബിസ്റ്റിൽ സൊസൈറ്റി, ഹസ്ക് റിൽറ്റിംഗ് യൂണിയൻ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. കൊയർ മാറ്റ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി, കൊയർ റോപ്പ് മാനുഫാക്ചറിംഗ് സൊസൈറ്റി, കൊയർ ബിസ്റ്റിൽ സൊസൈറ്റി, ഹസ്ക് റിൽറ്റിംഗ് യൂണിയൻ. ഹസ്ക് റിൽറ്റിംഗ് യൂണിയൻ ഇതൊക്കെ പ്രൈമറി കൊയർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ്. കൊയർ മാറ്റ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി, കൊയർ റോപ്പ് മാനുഫാക്ചറിംഗ് സൊസൈറ്റി, കൊയർ ബിസ്റ്റിൽ സൊസൈറ്റി, ഹസ്ക് റിൽറ്റിംഗ് യൂണിയൻ. ഇനി കൊയർ സൊസൈറ്റികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ് ഫെസ്റ്റിവൽ ഡെപ്പോസിറ്റും ഡിസ്ട്രസ് പർച്ചേസും. ഫെസ്റ്റിവൽ ഡെപ്പോസിറ്റും ഡിസ്ട്രസ് പർച്ചേസും എന്ന് പറയുന്നത് പ്രൈമറി കൊയർ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് വേർഡുകളാണ്. ഫെസ്റ്റിവൽ ഡെപ്പോസിറ്റ് ആൻഡ് ഡിസ്ട്രസ് പർച്ചേസ്. ഡിസ്ട്രസ് പർച്ചേസും
ഫെസ്റ്റിവൽ ഡെപ്പോസിറ്റും. അതിൽ ഡിസ്ട്രസ് പർച്ചേസ് കൊയറുമായിട്ട് ഡിസ്ട്രസ് സെയിൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡിസ്ട്രസ് പർച്ചേസ് കൊയറുമായിട്ടും ഡിസ്ട്രസ് സെയിൽസ് മാർക്കറ്റിംഗുമായിട്ടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡിസ്ട്രസ് പർച്ചേസ് കൊയറാണെങ്കിൽ ഡിസ്ട്രസ് സെയിൽസ് മാർക്കറ്റിംഗ്. അപ്പൊ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഇത് പഠിക്കാം, നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഓരോന്നും അന്നാന്നെടുക്കുമ്പോ തന്നെ അത് മുഴുവൻ നിങ്ങൾ എഴുതിയിരുന്ന് പഠിക്കുക. ഇന്നിപ്പോ എടുക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു പോകാം. അത് കഴിഞ്ഞ് മുന്നെടുത്തത് മുഴുവൻ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഇങ്ങനെ വെറുതെ എല്ലാ ദിവസവും ഒന്ന് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. കിട്ടുന്ന സമയം വേറെ കുറേ തിരയാൻ നിൽക്കാതെ പഠിച്ചത് പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ട് അതിനെ ഊട്ടി ഉറപ്പിച്ച് തന്നെ പഠിച്ചുകൊണ്ട് പോകുക. അല്ലാണ്ട് കുറേ നമ്മ വായി പഠിച്ച് അവിടെ ചെന്ന് ഒന്നും കിട്ടാതിരിക്കരുത്. പഠിച്ചതിനെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. അപ്പൊ എന്റെ ക്ലാസ്സുകൾ എല്ലാവരും കാണാം, അത് ലൈക്ക് ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും ശ്രമിക്കാം.